ഇനി തിരുവനന്തപുരത്തേക്ക് വരൂ. തിരുവനന്തപുരത്തേക്ക് എല്ലാ ശ്രദ്ധകളും വരൂ. അങ്ങ് ഡൽഹി മുതൽ ഇങ്ങ് ചെന്നൈ വരെ എല്ലാ ശ്രദ്ധയും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരികയാണ്. 50 ഹാഫ് സെഞ്ചുറി കൃത്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖർ ബാറ്റ് ഉയർത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളിൽ NDയുടെ മുന്നേറ്റം. സീറ്റുകൾ വരുമ്പോഴുള്ള ഏറ്റവും വലിയ സവിശേഷത ഇരു മുന്നണികളും ചേർന്ന് നിന്നാലും BJPയെ ഭരണത്തിൽ നിന്നും മാറ്റുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു അപകടത്തെ കൃത്യമായി ഓവർകം ചെയ്തുകൊണ്ടുള്ള മുന്നേറ്റം തന്നെയാണ് BJP തലസ്ഥാന നഗരിയിൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം സുരേഷ് ഗോപിയുടെ ഭാഷ കടമെടുത്താൽ തലസ്ഥാനം ഇങ്ങ് എടുത്തു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇനി വരേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് വിജയ തിലകമണിയും. അത് തൃശ്ശൂർ എടുത്തു ചോദിച്ചു മാധ്യമപ്രവർത്തകർ. അതെ, തിരുവനന്തപുരം വിജയ തിലകമണിയും. അത് തൃശ്ശൂര് അദ്ദേഹം പറഞ്ഞില്ല. അപ്പൊ കൃത്യമായി എനിക്ക് തോന്നുന്നു കൃത്യമായ പ്രൊഡിക്ഷൻ ആയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത്. ആ വിജയ തിലകം ഇതാ അണിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം അനന്തപുരി ഇതാ BJPയുടെ കൈപ്പിടിയിലേക്ക് വരികയാണ്. വികസനം വികസനം വികസനം. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഉള്ളത് വെങ്ങാനൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടിംഗിൽ ആ ഡിവിഷൻ BJP പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ BJPക്ക് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ 2020 ഉണ്ടായിരുന്ന ഒരു സീറ്റ് അന്ന് നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ കാസർഗോഡ് മാത്രമായി ജില്ലാ പഞ്ചായത്തിലേക്ക് BJP അംഗങ്ങൾ ചുരുങ്ങിയതാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് ഒരു ഇരട്ടി മധുരമാണ് കോർപ്പറേഷൻ അങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള സമ്പൂർണമായ ഒരു മുന്നേറ്റം തലസ്ഥാനത്ത് BJP ആർ ശ്രീലേഖയുടെയൊക്കെ വിജയം തികച്ചും രാഷ്ട്രീയ വിജയമാണ്. കാരണം അവിടെ CPM ഇറക്കിയത് അവസാനത്തെ കച്ചിത്തുരുമ്പ്, ഒരു യുവ സാരഥി അവിടേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങൾ ജയിക്കുമെന്ന് അവകാശപ്പെടുന്നു, എല്ലായിടത്തും ഇറങ്ങി ചെല്ലുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് അവിടെ BJP ജയിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം അത് രാഷ്ട്രീയ വിജയം, സംഘടനാ വിജയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയുടെ സംഘടനാ സംവിധാനം, ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നിശബ്ദമായ സംഘടനാ സംവിധാനം. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ ഇതാ വിജയം കണ്ടിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ശ്രീലേഖ സംസാരിക്കുകയാണ്. ഗൗതം, കൃഷ്ണരാജ്. വളരെ വളരെ സന്തോഷമുണ്ട്. ഇതൊരു ചരിത്ര വിജയമാണ്. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചും ഇതൊരു വലിയ വലിയ വിജയം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA BJP ഭരിക്കും എന്നത് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വരാൻ പോണു എന്നതിൻ്റെ അഭിമാനം, ചാരിതാർത്ഥ്യം, അതുപോലെ എല്ലാ ജനങ്ങളോടും നന്ദി. വോട്ട് ചെയ്ത എല്ലാവരോടും, എൻ്റെ കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച എല്ലാവരോടും, ശബരിമല ശാസ്താവിനോടും അനന്തപത്മനാഭനോടും ഭഗവാനോടും ശ്രീ പത്മനാഭനോടും എല്ലാവരോടും വളരെ 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 നന്ദി. അത്രയും മാത്രമേ പറയാനുള്ളൂ. ഒരു ഉദ്യോഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പാർലമെന്റ് രംഗത്തേക്ക് പോവുകയാണ്. വേറൊരു തലത്തിലാണ് ഇനി ജീവിതം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണത്? നോക്കട്ടെ, ഞാനിപ്പോൾ കൗൺസിലറാണ്. അത് മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ. എൻ്റെ വിവാദങ്ങൾ എല്ലാം തിരിച്ചടിച്ചു എന്നുള്ളതിൻ്റെ വലിയ തെളിവല്ലേ. ഈവൻ തിരുമലയിൽ വൻ ഭൂരിപക്ഷമല്ലേ കിട്ടിയിരിക്കുന്നത്. ആത്മഹത്യ പോലെ ഒരു വാദവിഷയമാക്കാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടി ജനങ്ങൾ. അതെ, തീർച്ചയായിട്ടും അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തോന്നുന്നു. 1000 എത്രയോ പരം വോട്ടുകൾക്കല്ലേ ദേവിമാ ജയിച്ചത്. ഞങ്ങൾ എല്ലാവരും ജയിച്ചു വന്നിരിക്കുകയാണ്. അയ്യപ്പൻ രക്ഷിച്ചു. ശരി, നന്ദി. അയ്യപ്പൻ രക്ഷിച്ചു. രണ്ട് കാര്യങ്ങളാണ് ശ്രീലേഖ ഭാഗത്ത് തലസ്ഥാനം പിടിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കൃഷ്ണരാജിന്റെ വാക്ക് കടമെടുത്താൽ തലസ്ഥാനം പിടിച്ചെന്ന് പറഞ്ഞാൽ സംസ്ഥാനം പിടിച്ച പോലെയാണ്. അത്രയും വലിയ 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 നേട്ടം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് കോർപ്പറേഷൻ കൂടി നോക്കൂ. ഒപ്പത്തിനൊപ്പമാണ് LDF UDF. ശരിക്കും ഇവര് വിഘടിച്ച് നിൽക്കുകയാണെങ്കിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് BJP-യാണ്. അവിടെ 14 സീറ്റിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ BJPയുടെ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോകാം. ആലപ്പുഴയിൽ കാർത്തികപ്പള്ളിയിൽ BJP വലിയ ഒറ്റകക്ഷിയായി എന്ന് സുധീഷ് ഗോപാൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. BJP അവിടെ 6 സീറ്റുകൾ നേടുമ്പോൾ LDF 4 UDF 3 എന്ന നിലയിലാണ്. ഒപ്പം കോഴിക്കോട് കോർപ്പറേഷന്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, LDF 27 UDF 26 NDA അവിടെ 14 സീറ്റുകൾ നേടി വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായക ശക്തിയായി മാറുകയാണ്. മുതാക്കൽ പഞ്ചായത്ത്, ഗൗതം, തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് BJP ഭരണത്തിലേക്ക് പോവുകയാണ്. 15 സീറ്റിൽ 11 BJP വിജയിച്ചു. ഇനി 7 വാർഡുകളുടെ ഫലം കൂടി അറിയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡായ വലിയ കടയിൽ എൻ്റെ കൃഷ്ണരാജെ, ഒപ്പം തന്നെ എൻ്റെ ഗൗതമേ, ഇതൊക്കെ അപ്രസക്തമാകുന്ന തരത്തിലേക്കുള്ള ഒരു മുന്നേറ്റം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും ഇങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണമുണ്ട്. ഒന്ന് തിരുവനന്തപുരമാണ്.
ഏവരും ശ്രദ്ധിക്കുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. തൃശൂർ സാംസ്കാരിക തലസ്ഥാനത്ത് ലോക്സഭ പ്രതിനിധീകരിക്കുന്നത് BJP ആണ്. അതെ, ഇവിടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് BJP കോർപ്പറേഷൻ ഭരിക്കുന്നു. ശ്യാമേ, ഇവിടെ നമ്മൾ ഒരു പേര് പറയണം. ആര്യ രാജേന്ദ്രൻ BJPയുടെ ഐശ്വര്യം തീർച്ചയായും പറയണ്ടേ? കാരണം എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന അതല്ല. ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനും മത്സരിക്കാതിരിക്കാനും അവകാശമുണ്ട്. പക്ഷെ അവർ നിലവിൽ മേയറാണ്. ആ മേയറെ അടുത്തിരുത്താതെ അവർക്ക് ജില്ലാ സെക്രട്ടറിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വന്നുവെങ്കിൽ അതുതന്നെ പ്രതിരോധമാണ്. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CPM-ന് വേണ്ടി വാദോരാതെ നവമാധ്യമങ്ങളിൽ സംസാരിക്കുന്ന ഒരാൾ ഇന്നലെ രാത്രി ഇട്ടേക്കുവാണ് പോസ്റ്റ്. തലസ്ഥാനത്ത് തിരിച്ചടി ഉണ്ടാകുമോ